എടോ കുറുപ്പേ, എത്ര നേരമാണ് ഒരു ചായക്ക് പറഞ്ഞിട്ട്? സാർ റെഡി ആയിരിക്കുന്ന കാര്യം അറിഞ്ഞില്ല, ക്ഷമിക്കണം. സാറിന് ചായ മാത്രം മതിയോ അതോ കുറച്ച് ഏത്തപ്പഴം കൂടി പുഴുങ്ങിക്കൊണ്ട് തരട്ടെ? എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് വാടോ. എനിക്കട്ടെ തമ്പ്രാൻ കുഞ്ഞിങ്ങോട്ട് വരട്ടെ. എന്റെ അഹമ്മദൊക്കെ ഞാൻ പറയുന്നുണ്ട്. സാറില്ലാത്തപ്പോ സാറിന് അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിട്ടുകൊണ്ട് നടക്കാൻ ഞാൻ പറയും. ഊരടായി അലക്കാനിട്ട് ഡ്രസ്സാണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് പിടിക്കുന്നില്ലല്ലോ കുറുപ്പേ. എന്റെ പ്രൊമോഷൻ ഊരടാ ഡോബി കാത്ത് കിട്ടാ. നീ വെറും പട്ടാളക്കാരനാ, ഒരു ശിപ്പായി. നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപ്പായി അന്നേ തോന്നുള്ളൂ. വന്ന് വന്ന് നിനക്ക് ആരും പേടിയില്ലാണ്ടായി. അതിനെങ്ങനെ തമ്പ്രാൻ കുഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ചൂടാവല്ലേ കുറുപ്പേട്ട, ഞാൻ ഒരു തമാശ അടിച്ചില്ല. തമാശ മനുഷ്യ ഭ്രാന്തായിരിക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ. എല്ലാവർക്കും കയറി ഇറങ്ങാൻ ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ. തമ്പ്രാട്ടി മരിച്ച ദിവസം കോവിലാൻ വിട്ട് പോവാൻ നിന്നവനാ ഞാൻ. തമ്പ്രാൻ കുഞ്ഞ് പറഞ്ഞുകൊണ്ട് നിന്നാ. പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ തെറി എനിക്കാ. ഇന്ന് രാവിലെയും കിട്ടി കുറെ കാപ്പൂമ്മ. എന്നെ ഇതുവരെ മണീന്നല്ലാതെ കാപ്പൂമ്മ എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ വിളിക്കില്ലല്ലോ, നീ അങ്ങേരുടെ ചക്കരും പഞ്ചാരും ഒക്കെ അല്ലേ. കുഞ്ഞനിയ എന്നല്ലേ വിളിക്കുന്നത് തന്നെ. വാച്ച്, ഷൂസ്, കളസമൊക്കെ വാങ്ങിത്തരല്ലേ. ഇനി മണികണ്ഠ തമ്പുരാനാക്കി കേടാ പേര്. നിന്നെ അയാൾ കൊഞ്ചിച്ച് വഷളാക്കി. നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല. എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട്. എടാ എന്റെ കയ്യിലിരിപ്പ് ശരിക്കും നീ കണ്ടിട്ടില്ല. അയ്യേ, എനിക്ക് കണ്ടേ. ക്യാൻറ്റീനിൽ സാധനങ്ങൾ വാങ്ങാൻ സാറിന്റെ ചിറ്റ് അത് വീട്ടിൽ വെച്ച് വാങ്ങിച്ചൂടെ? ഇവിടെ വന്നാണ് ചോദിക്കുന്നത്. സോറി സർ. അവന്റെ ഒരു വിനയം. ഒരാവശ്യം രണ്ട് വയറ്. ഇവൻ ആളിത്തിരി കുഴപ്പക്കാരൻ. തന്റെ ഓർഡറിലാണെന്ന് പറഞ്ഞ് ഇത്തിരി ഗമ കൂടുതലാണ്. അവനൊരു പാവമാണ്. എനിക്ക് അവന്റെ അനിയനെ പോലെ. എന്റെ ഈ മുരടിച്ച ജീവിതത്തിൽ അവൻ ഒരാശ്വാസം. ഇപ്പോഴും ഇതൊക്കെ അറിയാല്ലേ? ഒന്നും എടുത്ത് വെച്ചില്ലേ? ഈ വിസ്കി എന്താ? അല്ല, സാധനം ഒരു തുള്ളി പോലും ഇല്ല. ഇല്ലേ? മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം. അതിനല്ലേ ഞാൻ അവിടെ വന്നേ. അപ്പൊ സാറല്ലേ അവിടെ നിന്ന് ഓടിച്ച്. ഞാൻ വിചാരിച്ചു സാറ് കുടി നിർത്തിന്ന്. കുടി നിർത്തിയ അച്ഛൻ അല്ല, നിന്റെ കാണുമല്ലോ. എന്റെ കയ്യില്ല. എന്താ നീ കഴിക്കാറില്ലേ? കുപ്പി വാങ്ങാനല്ലേ നീ ക്യാൻറ്റീനിൽ കിടന്ന് അടി ഉണ്ടാക്കിയത്? അത് ഈ റമ്മൻ തന്നെ പിടിച്ച് വിഴുങ്ങും. ഓരോരുത്തരോടാ. അല്ല, എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ. ഒരു മാസത്തേക്ക് നീ കഴിക്കണ്ടപ്പോ. അല്ല സാർ, ഒന്നുകൂടി ആലോചിച്ച്. എന്തെടുത്ത്? എന്റെ മദ്യത്തില് പാറ്റ വേണു കുറുപ്പേട്ട. ആകെ കുഴഞ്ഞു. എന്റെ റം വേണോന്ന്. ആർക്ക്? സാറിന്. ഇപ്പൊ തന്നെ 5-6 വീശിയുണ്ട്. ഇനി അതിന്റെ പുറത്ത ഇനി ഇത്. ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ. നിനക്കത് കിട്ടണടാ, കിട്ടണം. വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടലല്ലേ. അതിന് ദൈവം തന്നാണിത്. ഈശ്വര, ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത്. സർ, ഒരു മാറ്റവും ഇല്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അല്ലേ കുറിപ്പേട്ട? അതെ. പക്ഷെ ഇന്നൊരു മാറ്റമുണ്ട്. എന്താ അത്? സാധാരണ വിസ്കി അല്ലേ, ഇന്ന് എന്റെ റമ്മ. എടാ, ഇത് മദ്യല്ലടാ, കരിമ്പിൻ ജ്യൂസാ. അറിയോ നിനക്ക്? പൂവ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ കൊണ്ടുപോകാറുണ്ട്. അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട്. ഉളുവാ തമ്പുരാൻ, എന്ത് മാങ്ങാത്തോലും എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉടനെ അവൻ പറയും അത് അവന്റെ നാട്ടിലുണ്ടെന്ന്. നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ? അയ്യോ, അത് മാത്രമില്ല. കുറുപ്പേട്ടനൊന്ന് അത്രയുടെ വരെ വന്നാ അതുമായി. സാറേ, ഞാൻ പറയുന്ന പുളുവൊന്നുമല്ല. ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും. ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല. സാറൊന്ന് നോക്കണം. ചന്ദ്രഗിരി അല്ലേ നിന്റെ നാട്? സാർ കാശ്മീരിൽ പോയിട്ടില്ലേ? അവിടെ എഴുതി വെച്ചിട്ടില്ലേ, ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിതാണ്. സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിന്ന് ഇളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും. സർ, സാറേ
മണി നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ചേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാവും. വേറെ ചില ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ നീ തല്ലുണ്ടാക്കി ഉണ്ടാക്കിയോന്ന് ഉണ്ടാക്കി. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സഹിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്താണ് സാർ. ഇത്ര സഹിക്കാൻ പറ്റാത്ത എന്താ അവിടെ ഉണ്ടായത്? എന്റെ കത്ത് പൊടിച്ച് വായിച്ചു പോട്ടെ, പക്ഷെ സാറിനെ പറ്റി എനിക്ക് സഹിച്ചില്ല. ഞാൻ ഇടിച്ചു. എന്നെ പറ്റി എന്ന് പറയാം. സാറിനെ അവൻ അവൻ കടുവാന്ന് വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു. അതിന് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ല സാർ, ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന്. കടുവാന്ന് വിളിച്ചാൽ കടുവയാവുമെന്ന് അവർ ചോദിച്ചു. കടുവാന്ന് വിളിച്ചാൽ കടുവയാവില്ലേ, പിന്നെ കടുവാന്ന് എന്തിനു വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവാന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു സാർ കടുവയാണ് എന്ന് പറഞ്ഞു. ഇനി കടുവാന്ന് വിളിച്ചാൽ എന്നെ ഇടിക്കുന്നു പറഞ്ഞു. അപ്പൊ അവർ പിന്നെ കടുവയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവന്ന്. അപ്പൊ പറഞ്ഞു നാട്ടിലെ കടുവയാണ് ഈ കടുവന്ന് ഇനി കടുവന്ന് വിളിച്ചാൽ ഞാൻ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പലതവണ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ. ഇത്തവണ അത് പറ്റില്ല. വൈകിട്ട് 5 മണി വരെ പുറത്ത് വെയിലത്ത് നിന്നോണം, അനങ്ങാതെ. ഇന്ന് സാറ് പട്ടിണിയാണേ. മുട്ടയില്ല, പാലില്ല, വിസ്കിയില്ല, സോഡയില്ല. എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാല് അടുക്കള പുകയില്ല. ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം. ഇല്ലേ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സാർ അത് നടക്കും. കാൽ മടങ്ങി. Good evening, Colonel. How are you? Thank you. പെണ്ണായതുകൊണ്ട് അമ്മ മുടക്കം പറയുന്നെന്ന് വിചാരിക്കരുത്. ഈ തരത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. പുറത്ത് മേനി ശീലിച്ച പശുക്കള് ആലയിൽ അടങ്ങില്ലെന്നാ പറയുക. അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കുകയാണ്. സ്വാതി എനിക്കറിയാം, അവൾ അങ്ങനെയുള്ള പെണ്ണൊന്നുമല്ല. പിന്നെ ഈ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ മോഡേൺ ലൈഫിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. അത് തെറ്റായി കാണുന്നത് അമ്മയുടെ ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉണ്ട്. അങ്ങനെയാണോ നീ അമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നത്? നീ വേറെ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമില്ല. അവളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കണ്ട. പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരിയാണെങ്കിലും കൊള്ളാം. അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുവളായിരിക്കണം. അതിന് ഇവള് പറ്റില്ല. ഈ ഫോട്ടോ മാത്രമല്ല, ഇവൾ സിംലയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു? അതെന്തിന് നീ അറിയണം? ആ കവറിങ് അത് നീ കാണണ്ട. കാണണം. നീ ആരാടാ സ്വാതിയെ കുറിച്ച് എന്റെ അമ്മയ്ക്ക് കത്തെഴുതാൻ? അതെ, ഞാൻ തന്നെ ആ കത്തെഴുതിയത്. തന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ. ചെറുതിലെ മുതലേ സ്വാതി എനിക്കറിയാം. എനിക്ക് നിന്നെ അറിയാം. ഭൂരകത്ത് സംസ്കാരവുമായി ചേർന്ന് പോകുന്നതല്ല അവരുടെ സ്വഭാവം. അവൾ നിനക്ക് ചേരില്ല. എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല.
ജീവിതത്തിന്റെ കാര്യത്തിൽ രവി വെറുതെ വാശി പിടിക്കുകയാണ്. വാശിയെങ്കിൽ വാശി തന്നെ. ഐ ഡോണ്ട് വാണ്ട് എനി ബ്ലഡി അഡ്വൈസ് ഫ്രം എനിബഡി. ഐ വിൽ മാരി. വരുന്നുണ്ട്, നീ എന്നെ ചോദിച്ചോ? വേണ്ട, കുറുപ്പേട്ടൻ തന്നെ ചോദിച്ചാൽ മതി. ഇവനെന്തോ ചോദിക്കാനുണ്ടെന്ന്. സാർ, എന്താ? കുറച്ച് ലീവ് കിട്ടിയാ കൊള്ളാന്ന്. എന്തിനാ? നാട്ടിലേക്കൊന്ന് പോണെന്നല്ലേ? ആ, അവന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനാണല്ലോ ചോദിക്കുന്നത്. ഒരു കല്യാണക്കാരിയോ? നീ എന്താ കല്യാണം കഴിക്കാൻ പോകുന്നു? അതല്ല, പെങ്ങളുടെ കല്യാണക്കാരിയാ. അതിന്റെ പേരില് അവിടെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ, കല്യാണം കഴിച്ചാൽ ചിലപ്പോ തകരാറിലൊക്കെ ഉണ്ടായെന്ന് വരും. അതിനിപ്പോ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയി കൂടുതൽ തകരാറുണ്ടാക്കാനോ? അല്ല, അമ്മ വേഗം ഒന്ന് അത്രയിടം വരെ ചെല്ലണോന്ന് പറഞ്ഞു. ഓഫീസിൽ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തേക്ക്. അറിഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ പോയ നമ്മുടെ പ്ലാറ്റൂൺ പകുതിയും ഒരു ബോംബ് എക്സ്പ്ലോഷനിൽ മരിച്ചു. അതെങ്ങനെ? നേരിട്ടുള്ള യുദ്ധമല്ലല്ലോ, ഗറില്ല വാറിലെ അവിടെ നടക്കുന്നത്. തിരിച്ചു വന്നാ ഭാഗ്യം. സർ, എന്റെ ലീവ് ആപ്ലിക്കേഷനാ. വർമ്മ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ നോക്കാം. ഓഫീസിൽ കണ്ടില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു എവിടെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. മനസ്സിനൊരു സുഖമില്ല സതീശ്. എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞ രവി കേൾക്കൂ. താനൊരു 2-3 മാസം ഇവിടെ നിന്ന് മാറി നിൽക്കും. എങ്ങോട്ട്? പഴയ ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ടെങ്കിലും. ഞാനിത് ആലോചിക്കാഞ്ഞിട്ടല്ല. കോലോത്തി എന്ന അമ്മയുടെ ഓർമ്മ മറ്റെവിടെങ്കിലും ആണെങ്കിൽ സ്വാതിയുടെ ഓർമ്മ വരും. തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വെറുതെ ഇരിക്കും. ആൻ ഐഡിയൽ മൈൻഡ് ഈസ് ഡബിൾസ് വർഷം. രവിക്ക് ഹണ്ടിങ് ഇഷ്ടമല്ലേ? ആ, അങ്ങനെ എവിടെങ്കിലും? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ചന്ദ്രഗിരി. തനിക്ക് എങ്ങനെ ചന്ദ്രഗിരിയെ പറ്റി അറിയാം? നമ്മുടെ മണിയുടെ നാടാ. അവൻ 1000 നാവ് ആ സ്ഥലത്തെ പറ്റി പറയുന്നു. വെരി ഗുഡ്. ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ്. എന്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് ഞങ്ങൾ അവിടെ ഒരു ഗൗണ്ടറങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗൗണ്ടറുടെ വീട്ടിൽ താമസിക്കാൻ ശരിയാക്കാം. അതിപ്പോ പൂട്ടിക്കിടക്കുക. എന്തു പറയുന്നു? ആയിക്കോട്ടെ. ഗോപി, എനിക്ക് ലീവ് കിട്ടിടാ. പോടാ പോടാ പോടാ, കേറി പോടാ. സോറി, ഞാൻ പേപ്പർ. സാർ, EM നായർ. കുമാർ സാർ, ഏത് കമ്പനിയാ ഇവൻ? സാർ, ആക്ച്വലി ഇവൻ ബ്രേവോ കമ്പനിയാണ് സാർ. പക്ഷെ നവഡേസ് കേണൽ രവിയുടെ സേവകരാണ്. ബ്രിഗേഡിയറോട് ഒരു വാക്കുപോലും പറയാതെ ഞാൻ സണ്ണിച്ചാനെ ചാർജ് ഏൽപ്പിച്ചു പോയാൽ അദ്ദേഹത്തിന് ഞാൻ തോന്നുന്നു. നോ മിസ്റ്റർ ഫെർണാണ്ടസ് ആളൊരു നോക്കണം. നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. താൻ ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ ബാംഗ്ലൂർ കോൺടാക്ട് ചെയ്തു. ഗോവിന്ദന്റെ വീട്ടിൽ ഇപ്പോൾ ആള് താമസിച്ചില്ല. വീട് വൃത്തിയാക്കി താക്കോൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളു. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി. ചെയ്തു. താങ്ക്സ്. Swati, come on, yeah, let's go. No, this is too much. ബ്രിഗേഡിയറെയാണ് നീ അവമാനിച്ചിരിക്കുന്നത്. Idiot. നീ എന്റെ ഓർഡർലി ആണെന്ന് കൂടെ അറിയുമ്പോൾ അങ്ങർക്ക് വേറെ ബലം തോന്നും. അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കും. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് ലീവ് തന്ന നാട്ടിലേക്ക് അയച്ചാൽ ശരിയാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. സാർ, ഞാൻ നോ മോർ ടോക്സ്. ഗെറ്റ് ഔട്ട്. ആർക്കാ വലിയിട്ട് ഈ ചാക്കണക്കിന് വാരി കൊടുക്കുന്നേ? വാരി കൊടുക്കുന്നു. നമ്മൾ 3 പേരെ പോലുള്ള അവകാശം അവക്കുണ്ട്. അത്
പണ്ട് ദേവി ചേച്ചി ആച്ചമ്മ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് പുറത്താക്കിയാലും പെങ്ങളല്ലാണ്ടാവൂടാ. ആങ്ങളമാരാണെന്ന വിചാരം ചേച്ചിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ആച്ചമ്മ നിശ്ചയിച്ച് വിവാഹത്തെ എതിർത്ത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ മകളെ കെട്ടിച്ചേക്കുമായിരുന്നോ? ഇനി ആ പഴയ പല്ലവി പാടണ്ട. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നെയും കുഞ്ഞുങ്ങളെയും സുഖമില്ലാത്ത എന്റെ കെട്ടിയനെയും തറവാടിന്റെ പടിക്ക് പുറത്താക്കിയില്ലേ? അദ്ദേഹത്തിന്റെ ശവം ആശുപത്രി വരാന്തയിൽ അനാഥമായി കിടന്നപ്പോഴും ശവം അടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നാട് നീളെ തെണ്ടിയപ്പോഴും ഈ ആച്ചമ്മ ആങ്ങളമാരൊന്നും കണ്ടില്ലല്ലോ. കുടുംബമഹിമ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്താടി ഇത്ര പറയാനുള്ളത്? ഇറങ്ങടി കളത്തിന് പുറത്ത്. ഓണം കിട്ടി തെണ്ടാൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. തെണ്ടാൻ വന്നല്ല, വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടുത്തെ അരിയും നെല്ലൊന്നും എനിക്ക് വേണ്ട. കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും 3 നേരം ഉണ്ടു കൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട്. അത് മതി. വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വിളിച്ചു വരുത്തി നാണം കടത്താനായിരുന്നു വലിയേട്ടന്റെ ഉദ്ദേശം. സമാധാനമായല്ലോ അല്ലേ? വാ മോളെ. വെക്കടാ അവിടെ, എടുത്തകത്ത് വെക്കടാ. തിന്നാൻ മാത്രം ഒരു പത്തായം. എടാ മേലെ ഞാൻ അറിയാതെ 1 മണി നെല്ലോ കാശോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചിറക്കുക. ആ അയ്യപ്പ, ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാ. രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്ന് ഉടപ്പിക്കണം. അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുകയില്ലാന്ന്. അല്ല, അവളെവിടെ ആ മീനാക്ഷി? കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. വണ്ടി ഇത് ലേറ്റാ. ആ വെട്ടിയത് ആ ഇതാ പിടി. സൂക്ഷിച്ചു പിടിക്കണേ. ആ നടന്നോ. എത്തിയോ? പഞ്ചായത്ത് പ്രസിഡന്റ് GK മേനോൻ. ആളെ കണ്ടാൽ പരമയോഗ്യൻ. നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാ അല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചതിന് ജോലി തീർപ്പിക്കാൻ പറ്റും. അറിയോ? ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? താൻ വെറുതെ ആടിനും പാണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടറോ? നോക്കി ഇന്ന് സമയം കളയണ്ട. പെട്ടിയും കൊട്ടൊക്കെ എടുത്തു വെച്ച് പണി തുടങ്ങാം. ആദ്യം തരി ഉടക്കാനുള്ള എന്റെ ഒക്കെ തരി ഉടച്ച് പണിയെടുപ്പിക്കാറാക്കുക. പിന്നെ ചവിട്ടിക്കാൻ ഒരു കാളയൊരു. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? പശുവിന് ഗർഭം ഉണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആളാ അദ്ദേഹം എന്നാ? മൃഗഡോക്ടർ അല്ലേ? മൃഗഡോക്ടർ അല്ല, മിലിറ്ററി ഓഫീസറാ. പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നെ? ആള് വന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. വിളിച്ചപ്പോ പറയണ്ടേ? ഞാൻ ഇയാൾ ഗോവിന്ദനായരാന്നാ വിചാരിച്ചത്. എടോ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ താൻ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഞാൻ എന്ത് ചെയ്തു എന്നാ? വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. എടോ, വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതറൊന്ന് ചോദിക്കടോ, ഈ മുടിഞ്ഞ കൗണ്ടർ വീട് എവിടെയാണെന്ന്. വല്ലാത്തൊരു ചുറ്റലായിപ്പോയി. പട്ടാളത്തിൽ നിന്ന് ഒരു കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് മുതൽ കാത്തിക്ക സ്റ്റേഷനില് വെറുതെ. എന്നിട്ട് അയാൾ വന്നില്ല. എവിടെ? അങ്ങേരിനി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ? അടുത്ത വണ്ടി ഇനി 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക്. വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഗോവിന്ദനായരെ, നിങ്ങളുടെ പട്ടാളം വന്നില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. താക്കോല് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞാ എന്നെ വിട്ടത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡോക്ടർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കാര്യമായിട്ടൊന്ന് നോക്കിക്കോണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. നായര് ധൈര്യമായിട്ട് പൊക്കോളൂ.